ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, റിമ മിസ് ആണ്. നമ്മുടെ എക്കണോമിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സിലെയും കേസ് സ്റ്റഡി ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മക്കളും എന്താണ് ഇതൊക്കെ നോക്കിയിട്ട് വേണം ബോർഡ് എക്സാമിന് വേണ്ടി പോകാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മളോട് ഈ പാരഗ്രാഫ് വായിച്ചിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചിലത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾക്ക് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ടാവുന്നൊരു ഒന്നാണ് കേസ് സ്റ്റഡി ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഓൾറെഡി നമുക്ക് കുറച്ച് കാര്യങ്ങൾ തരും, അതിൽ നിന്നും നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ നോക്കിക്കൂ. Since countries have different population, comparing total income will not tell us what an average person is likely to earn. Are people in one country better off than others in different country? Hence, we compare the average income, which is total income of country divided by total population. അതായത് total income divided by total പോപ്പുലേഷൻ ആണ് എന്താ പെർ ക്യാപിറ്റ ഇൻകം കാണുന്ന ഇക്വേഷൻ, അല്ലേ? അപ്പൊ നോക്കിക്കോ, ദ ആവറേജ് ഇൻകം ഈസ് ഓൾസോ കോൾഡ് പെർ ക്യാപിറ്റ ഇൻകം. ആവറേജ് ഇൻകത്തിന് നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് വിളിക്കുന്നുണ്ട്. ഇൻ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് ബ്രോട്ട് ഔട്ട് ബൈ ദ വേൾഡ് ബാങ്ക്. അതായത് എല്ലാ പ്രാവശ്യം എന്താണ് വേൾഡ് ബാങ്ക് എന്ത് സമർപ്പിക്കാറുണ്ടെന്ന് അറിയോ മക്കളെ? വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട്, അല്ലെ, സമർപ്പിക്കാറുണ്ട്. ദിസ് ക്രൈറ്റീരിയൻ ഈസ് യൂസ്ഡ് ഇൻ ക്ലാസിഫൈ ദ കൺട്രീസ്. അതായത് കൺട്രീസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. കൺട്രീസ് വിത്ത് പെർ ക്യാപിറ്റ ഇൻകം എന്താണ്? $63,400 ആണ്. ഓക്കെ, 63,400 per annum ആണെങ്കിൽ എന്താണ് അതെന്താണ്? യെസ്, അത് ഹൈ ഇൻകം അല്ലെങ്കിൽ റിച്ച് കൺട്രീസ് എന്ന് വിളിക്കും. അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം $US എന്താണ്? യെസ്, 2,400 2,400 ആണെങ്കിൽ എന്താ വിളിക്കുക അതിനെ? ലെസ് ഇൻകം കൺട്രീസ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഇന്ത്യ ഇതിൽ എവിടെ വരുന്നതെന്ന് അറിയോ? ലോ മിഡിൽ ഇൻകം കൺട്രീസ് ആണ്. ലോ അല്ല, മിഡിലും അല്ല കേട്ടോ, ലോ മിഡിൽ ഇൻകം കൺട്രീസിലാണ് നമ്മുടെ ഇന്ത്യ വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോ. യെസ്, നമ്മുടെ എന്താണ്? യെസ്, 130, അല്ലേ? അതായത് അങ്ങനെയാണ് വരുന്നത് പെർ ക്യാപിറ്റ ഇൻകം. ദ റിച്ച് കൺട്രീസ് എക്സ്ക്ലൂഡിംഗ് കൺട്രീസ് മിഡിൽ ഈസ്റ്റ് ആൻഡ് സർട്ടൈൻ അതർ സ്മോൾ കൺട്രീസ് ആർ ജനറലി കോൾഡ് ഡെവലപ്ഡ് കൺട്രീസ്. അപ്പൊ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് ആവറേജ് ഇൻകം? അതിൽ തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആവറേജ് ഇൻകം തന്നെയാണ് എന്ത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആവറേജ് ഇൻകത്തിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം എന്നാണ്, അല്ലെ? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? യെസ്, പെർ ക്യാപിറ്റ എന്ന്, അല്ലെ? പെർ ക്യാപിറ്റ ഇൻകം എന്നാണ്, അല്ലെ? അതിന് മറ്റൊരു പേരെന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ചോദ്യം ഇതാ, ഇന്ത്യസ് പെർ ക്യാപിറ്റ ഇൻകം ഈസ് 2023 വാസ് അബൌട്ട് $, എന്താണ്? യെസ്, 10,030, അല്ലെ? അപ്പൊ അതാണ് എന്താ ഉള്ളത്. അപ്പൊ അതില് ഇൻ വിച്ച് ഇൻകം കാറ്റഗറി ഡസ് ഇന്ത്യ ഫോൾ? ഇതിൽ ഏത് കാറ്റഗറിയിലായിരിക്കും? ഡെവലപ്പിംഗ് ആണോ, ലോ ഡെവലപ്പിംഗ് കൺട്രി ആണോ? ഇതിൽ ഇന്ത്യ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇന്ത്യ എങ്ങനെയാ വരുന്നത്? യെസ്, ഇവിടെ നോക്കിക്കോ, ലോ മിഡിൽ ഇൻകം കൺട്രീസിലാണ് നമ്മുടെ ഇന്ത്യ വരുന്നത്, അല്ലെ? ഓക്കെ, അതുപോലെ വൈ ഈസ് മിസ്ലീഡിംഗ് ടു കമ്പയർ കൺട്രീസ് ഓൺലി ദ ബേസിസ് ഓഫ് ടോട്ടൽ ഇൻകം? സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് എൻ എക്സാമ്പിൾ. ഓക്കെ, ആൻസേഴ്സ് ഇതാ ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. അതായത് നമ്മൾ ആവറേജ് ഇൻകത്തിന്റെ മറ്റൊരു പേരായിരുന്നു പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യ എന്താണ്? ലോ മിഡിൽ ഇൻകം കൺട്രീസ് മിസ് ഓൾറെഡി പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കമ്പയർ കൺട്രീസ് ഓൺലി ദ ബേസിസ് ഓഫ് ടോട്ടൽ ഇൻകം സപ്പോർട്ട്. അതായത് ടോട്ടൽ ഇൻകം ത്രൂ നമുക്ക് കമ്പാരിസൺ നടക്കുമോ? ഒരിക്കലും നമുക്ക് നടത്താൻ പറ്റില്ല. കാരണം പോപ്പുലേഷൻ ഉണ്ടാവുന്ന ചേഞ്ച് അനുസരിച്ച് അതിൽ ചേഞ്ചസ് വരും, അല്ലെ? കൺട്രീസ് ഹാവ് ഡിഫറെന്റ് പോപ്പുലേഷൻ, സോ ടോട്ടൽ ഇൻകം അലോൺ ഡസ് നോട്ട് ഷോ പീപ്പിൾസ് ലിവിംഗ് സ്റ്റാൻഡേർഡ്. ഒരിക്കലും പീപ്പിളിന്റെ ലിവിംഗ് സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ഫോർ എക്സാമ്പിൾ, കൺട്രി മേ ഹാവ് ഹൈ ടോട്ടൽ ഇൻകം ബട്ട് ഓൾസോ വെരി ലാർജ് പോപ്പുലേഷൻ. നമുക്ക് ടോട്ടൽ ഇൻകം ഉണ്ട്, പക്ഷെ അതിലും വലിയ പോപ്പുലേഷൻ, അല്ലെ? പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ വിച്ച് റെഡ്യൂസ് ഇറ്റ്സ് പെർ ക്യാപിറ്റ ഇൻകം. അത് പെർ ക്യാപിറ്റ ഇൻകം കുറയാൻ ചാൻസ് വരുന്നു. അപ്പോൾ ഒരിക്കലും കൺട്രീസിന് കമ്പാരിസൺ ചെയ്യാനത് പറ്റത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ചോദ്യം ഏതാണ്? ഓക്കെ, നെക്സ്റ്റ് ഇതാണ് കൺസ്യൂമേഴ്സിന്റെ, അല്ലെ? കൺസ്യൂമേഴ്സിന്റെ ആ ഒരു ചാപ്റ്റർ കൺസ്യൂമർ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ അതിൽ നോക്കിക്കോ. കൺസ്യൂമേഴ്സ് ഓഫൺ ഫൈൻഡ് ദംസെൽഫ് ഇൻ വീക്ക് പൊസിഷൻ ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. ശരിക്കും നമ്മുടെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ അവർ ഭയങ്കരമായിട്ട് പറ്റിക്കപ്പെടാറുണ്ട്.
നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? യെസ്, പറ്റിക്കപ്പെടാറുണ്ടാവും അല്ലെ. എക്സ്പെഷ്യലി വെൻ ദേ പർച്ചേസ് ഫാൾട്ടിയിലെ, അതായത് എന്താണ് ഫോൾട്ട് ആയിട്ടുള്ള അല്ലെ, അതായത് ഒട്ടും എന്താണ് കേടായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി പറ്റിക്കപ്പെടുമോ, അല്ലെങ്കിൽ എന്താണ് എക്സ്പയറി ഡേറ്റ് കഴിയുമോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവരായിരിക്കും ഓരോ കൺസ്യൂമേഴ്സ് അല്ലെ. അപ്പോൾ ദേ പർച്ചേസ് എന്താണ് faulty goods and receive poor service. Traders sometimes engage in unfair trade practices such as selling adulterated food അല്ലെ, അതായത് എന്താണ് മായം ചേർത്തിട്ടുള്ള ഫുഡൊക്കെ, ചാർജിങ് ഹയർ ദാൻ ദ MRP, അതായത് MRP ആ ഒരു റേറ്റിനേക്കാൾ കൂടുതൽ പൈസ വാങ്ങുക, പ്രൊവൈഡിങ് മിസ്ലീഡിങ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കുക. ദി കൺസ്യൂമർ മൂവ്മെന്റ് അക്രോസ് ദ റെസ്പോൺസ് ടു സച്ച് എക്സ്പ്ലോയിറ്റേഷൻ എൻഷുറിംഗ് ദാറ്റ് ബയേഴ്സ് ഹാവ് റൈറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ അണ്ടർ ദ ലോ. അപ്പൊ ചോദ്യം ഇതൊരു സിമ്പിൾ ചോദ്യമാണ്, മക്കൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചോദ്യം വായിക്കട്ടെ. യെസ്, ചോദ്യം ഇതാണ്. Why do consumer need protection in the marketplace? എന്തിനാണ് കൺസ്യൂമേഴ്സിന് പ്രൊട്ടക്ഷൻ വേണം എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടായിരിക്കും കൺസ്യൂമേഴ്സിന് എന്തുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞത്? യെസ്, നമുക്കറിയാം. വൈ ഡു കൺസ്യൂമേഴ്സ് നീഡ് പ്രൊട്ടക്ഷൻ ഇൻ ദ മാർക്കറ്റ് പ്ലേസ്? ബിക്കോസ് എക്സ്പെഷ്യലി വെൻ ദേ പർച്ചേസ് എന്നാണ് അവർക്ക് പൂർ സർവീസസ് ആണ് കിട്ടുക. ട്രേഡേഴ്സ് സംടൈം എന്താണ് എൻഗേജ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് സച്ച് ആസ് സെല്ലിംഗ് അഡൾട്രേറ്റഡ് ഫുഡ്, ചാർജിങ് ഹയർ ദാൻ MRP അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? കൺസ്യൂമർ നീഡ് പ്രൊട്ടക്ഷൻ ബിക്കോസ് സെല്ലേഴ്സ് മേ എൻഗേജ് ഇൻ അൺഫെയർ പ്രാക്ടീസസ് സച്ച് ആസ് സെല്ലിംഗ് അല്ലേ. ആ ഒരു സമയത്ത് എന്താണ് ഒരുപാട് അൺഫെയർ പ്രാക്ടീസസ് നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അടുത്ത എന്താണ്? വാട്ട് ഈസ് ആൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്? ഗിവ് ആൻ എക്സാമ്പിൾ. ഇവിടെ തന്നെ ഉണ്ടല്ലേ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് പറയുന്നത് എന്താണ്? ചീറ്റ് അല്ലേ, അതായത് ദാറ്റ് ചീറ്റ് ഓർ മിസ്ലീഡ് കൺസ്യൂമേഴ്സ്. എക്സാമ്പിൾ സെല്ലിംഗ് എക്സ്പയർഡ്, അതായത് മെഡിസിൻസ് ഒക്കെ അല്ലേ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ് ഒക്കെ എന്താണ് വിത്തൗട്ട് ഇൻഫോമിംഗ് ബയേഴ്സ്. ഇതൊക്കെ എന്താണ് അതിനുള്ള എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൂട്ടാം. അതുപോലെ നോക്കിക്കൂ, സജസ്റ്റ് ടു വേ ഇൻ വിച്ച് കൺസ്യൂമർ ക്യാൻ പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ. നമുക്ക് എങ്ങനെ കൺസ്യൂമേഴ്സിന് ഈ തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് എങ്ങനെ കൺസ്യൂമേഴ്സിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലേ. അതായത് എന്താണ് ISA മാർക്കും അതൊക്കെ അല്ലെ, ISA മാർക്കൊക്കെ കൂടുതൽ നോക്കുക. അതുപോലെ എന്താണ് അതർ ക്വാളിറ്റി സർട്ടിഫിക്കേഷനും ബിഫോർ പർച്ചേസിങ് പ്രോഡക്ട്സ്. നമ്മൾ ഓരോന്ന് വാങ്ങുമ്പോഴും എന്താണ് ഇതൊക്കെ നോക്കുക അല്ലെ, ISA മാർക്കും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കുക. അതുപോലെ എന്താണ് കൺസ്യൂമർ ഫോറം അല്ലെ, കൺസ്യൂമർ കോർട്ടൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയിട്ട് എന്താണ് കംപ്ലൈന്റ് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ MNC, എന്താണ് MNC എന്ന് പറയുന്നത്? എന്താണ്? യെസ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറയും. മൾട്ടിനാഷണൽ കോർപ്പറേഷൻ പ്ലേ എ മേജർ റോൾ ഇൻ എന്താണ് ഗ്ലോബലൈസേഷൻ ബൈ സെറ്റിംഗ് അപ്പ് ഫാക്ടറീസ് ആൻഡ് ഓഫീസസ് ടു ഡിഫറെന്റ് കൺട്രീസ്. അതായത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നിലധികം കൺട്രീസിൽ എന്താണ് അവരെന്ത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്? യെസ്, അവരുടെ എന്താണ് കമ്പനികൾ ഉണ്ടാവും. എന്നിട്ട് അതെന്താണ് ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്താണ് മേജർ റോള് വഹിക്കുന്നുണ്ട്. അതുപോലെ ഇതേ ഇൻവെസ്റ്റ് ഇൻ എ നാഷൻ ഫോർ ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ആർ ലോ അലോയിങ് ദം ടു മാക്സിമൈസ് പ്രോഫിറ്റ് അല്ലെ. MNCs ഓഫൻ കൊളാബറേറ്റ് വിത്ത് ലോക്കൽ കമ്പനീസ് ബ്രിങ്ങിങ് ഇൻ ന്യൂ ടെക്നോളജി ആൻഡ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഈ ഉൽപാദന ചിലവൊക്കെ കുറവുള്ള രാജ്യങ്ങളിലൊക്കെ അവരെന്താണ് ഈ MNC ഒക്കെ എന്താണ് കുറെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. ഓക്കെ, അത് അവർക്ക് ലാഭമാണല്ലോ. അതാണ് ഇത് പരമാവധി അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പുതിയ എന്താണ് പുതിയ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ന്യൂ ടെക്നോളജി, ഇതൊക്കെ എന്താണ് യെസ് MNCs പലപ്പോഴും എന്താണ് നമ്മുടെ എവിടെയുള്ള കമ്പനീസ് ആയിട്ട് യെസ് MNCs ഓഫൻ കൊളാബറേറ്റ് വിത്ത് ലോക്കൽ കമ്പനീസ് ആയിട്ട് എന്താണ് കൊളാബറേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ചോദ്യം വാട്ട് ഈസ് ആൻ MNC എന്നാണ് ചോദിച്ചത്. എന്താണ് MNC എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയോ? വാട്ട് ഈസ് MNC? എന്താണ് MNC എന്ന് പറഞ്ഞാൽ? Yes, an MNC is a company that own or the control production in more than one country. അതായത് more than one countryയിൽ എന്താണ് അവരുടെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്താണ് ഒന്നിലധികം രാജ്യങ്ങളിൽ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺ അല്ലെ സ്വന്തമായിട്ടുള്ളതോ ആയിട്ടുള്ള എന്താണ് ഒരു കമ്പനിയാണ് ഈ MNCs അല്ലെ ഒന്നിലധികം കൺട്രീസിൽ. അതുപോലെ
MNCs invest in other countries to reduce production cost, access local market and benefit from cheap labor and resources. ഉൽപാദന ചെലവ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ അതർ കൺട്രീസ് റെഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റിലെ, അതായത് വില കുറഞ്ഞായിട്ടുള്ള എന്താണ് കോസ്റ്റിലും അതുപോലെ ചീപ്പ് ലാബറൊക്കെ വെച്ചിട്ട് എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ. MNCs നമ്മുടെ എന്താണ് എവിടെ വന്നിട്ട് എന്ന് പറയുന്നത് ലോക്കൽ മാർക്കറ്റിലൊക്കെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ആ ഒരു കാര്യം നോക്കുക. then എന്താണ് മൂന്നാമത്തെ എന്താ വെച്ചാൽ ഹൗ ഡസ് ദ പെർസൻസ് ഓഫ് MNCs ബെനിഫിറ്റ് ലോക്കൽ ഇൻഡസ്ട്രി ഇൻ കൺട്രി ലൈക്ക് ഇന്ത്യ. അതായത് ഇത് രണ്ടാമത്തെ ആൻസർ ആണ് നമ്മളിപ്പോൾ വായിച്ചത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഹൗ ഡസ് ദ പ്രസൻസ് MNCs ബെനിഫിറ്റ് ലോക്കൽ ഇൻഡസ്ട്രി ഇൻ കൺട്രി ലൈക്ക് ഇന്ത്യ. അതായത് ഒന്നുമില്ല, എന്താണ് ആക്സസ് ടു മോഡേൺ ടെക്നോളജി ആൻഡ് അഡ്വാൻസ്ഡ് മെഷീനറി വിച്ച് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രൊഡക്റ്റ് ക്വാളിറ്റി. അതായത് ഉൽപാദനക്ഷമത അല്ലെ, അതായത് ആധുനിക സാങ്കേതിക വിദ്യ, മോഡേൺ ടെക്നോളജി, അതുപോലെ അഡ്വാൻസ്ഡ് മെഷീനറി, ഇതൊക്കെ വെച്ചിട്ട് എന്താണ് വിച്ച് ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രൊഡക്റ്റ് ക്വാളിറ്റി. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട എന്താണ് നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇൻക്രീസ്ഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ അല്ലേ, അതായത് സാമ്പത്തിക വളർച്ച, അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ, ഇതൊക്കെ എന്താണ് പ്രാദേശിക ബിസിനസ്സുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട് പറയുന്നത് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ് ഇതിൻ്റെ നേട്ടങ്ങൾ. അതായത് ലോക്കൽ ഇൻഡസ്ട്രീസിന് ഇത്രയും ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് ജോലി സാധ്യതകളൊക്കെ ലഭിക്കുന്നുണ്ട്. ഓക്കെ അതായത് ഇൻക്രീസ് ദ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോക്കൽ ബിസിനസ്സസ് ആൻഡ് എന്താണ് ഫോസ്റ്ററിങ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അവിടെ എക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെന്റും എന്താണ് എവിടെ ഉണ്ടാവുന്നുണ്ട്, ലോക്കൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് അവരിലേക്കാണ് ഈ MNC പോലത്തെ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെ. അവർക്ക് എന്താണ് കുറച്ച് പൈസ പോരെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുന്നത് ഇവരിലേക്കാണ്, ലോക്കലായിട്ട് എന്താ ലോക്കൽ ഇൻഡസ്ട്രീസിലേക്കാണ് അവർ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ ഇതാ ലാസ്റ്റത്തെ ഒരു ഭാഗമാണ് മകളെ. ലാസ്റ്റത്തതാണെ നോക്കിക്കോ. Read the given extract and answer the following question. The value of final goods and services produced in each sector during a particular year for the total production of the sector for that year, and the sum of production is different sectors give the what is called the gross domestic product of the country. It is the value of all final goods and services produced within a country during a particular year. GDP show how big the economy is. In India, Mammoth task of measuring GDP is undertaken by the central government ministry. This ministry, with the help of various government departments of all Indian state and union territories, collect information relating total volume of goods and services and their price and estimate the GDP. Okay, അപ്പോൾ ചോദ്യം ഏതാണ്? Identify the factors which provide the total production of the sector during the particular year. അതായത് ഒരു പർട്ടിക്കുലർ ഇയർ, ഒരു പ്രത്യേക വർഷത്തിൽ എന്താണ് ആ മേഖലയുടെ മൊത്തം ഉൽപാദനത്തിന്, മൊത്തം പ്രൊഡക്ഷന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫൈനൽ ഗുഡ്സ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഇയർ, അതുപോലെ ഫൈനൽ സർവീസ് പ്രൊവൈഡഡ് ഇൻ എ പർട്ടിക്കുലർ ഇയർ, അതുപോലെ ബോത്ത് A and B അല്ലെങ്കിൽ നൺ ഓഫ് ദിസ്. അപ്പോൾ ആൻസർ വരുന്ന ഏതാണ്? യെസ്, നമുക്ക് പറയാം ബോത്ത് A and B ആണല്ലേ. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണല്ലേ. ഇവിടെ നോക്കിക്കോ, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ഇൻ ഈ സെക്ടർ ഡ്യൂറിംഗ് പർട്ടിക്കുലർ ഇയർ പ്രൊവൈഡ് ടോട്ടൽ പ്രൊഡക്ഷൻ ഇസ് എ സെക്ടർ ഓഫ് ദാറ്റ് ഇയർ. അവിടെ തന്നെ നമുക്ക് അതിൽ തന്നെ ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ. അതായത് ഒരു പ്രത്യേക വർഷത്തിൽ എന്താണ് ഓരോ സെക്ടർ, ഓരോ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മൂല്യമാണ്, ആ ഒരു വാല്യൂ ആണ് എന്ത് ആ വർഷത്തെ ആ മേഖലയുടെ തന്നെ എന്താണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വൈ ഡു വി കൗണ്ട് ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു നോ ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻ സെക്ടർ? എന്താണ്? യെസ്, ഇവിടെ തന്നെ നമുക്ക് എന്താണ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. The price of final goods and services are more than that one of intermediates. അതായത് നമ്മുടെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിനേക്കാളും എന്താണ് പ്രൈസ് ആണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്. അതുപോലെ ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ഓൾറെഡി ഇൻക്ലൂഡ് ദ വാല്യൂ ഓഫ് ഓൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു മേക്കിംഗ് ദ ഫൈനൽ ഗുഡ്സ്. ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് മെയിൻലി ബൈ ദ സ്മോൾ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. ഓൾ ഓഫ് ദിസ്. അപ്പോൾ ആൻസർ വരുന്നത് നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ബിക്കോസ് എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഒക്കെ കൂടിയിട്ടാണ് അല്ലേ. ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ഓൾറെഡി ഇൻക്ലൂഡ് ദ വാല്യൂ ഓഫ് ഓൾ
ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു മേക്കിംഗ് ഫൈനൽ ഗുഡ്സ്. നമ്മൾ ഫൈനൽ ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെയും വാല്യൂ ആണ് എന്താടാ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് അല്ലേ. അതായത് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് നോ ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ഈ സെറ്റ് നമ്മൾ മൊത്തത്തിലാണ് കൗണ്ട് ചെയ്യുന്നത് നമുക്ക് പറയാം. ദെൻ ലാസ്റ്റ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആർ യൂസ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് എന്തിനു വേണ്ടിയിട്ടാ? യെസ്, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അതായത് കേസ് സ്റ്റഡി ഇതേപോലെ നിങ്ങൾക്ക് പാരഗ്രാഫ് തന്നിട്ട് ഓരോ ചാപ്റ്ററിലെയും എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്ന സംഭവമാണല്ലോ. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്താണ് സിമ്പിളായിട്ട് വരുന്നതായിരിക്കും ഈ കേസ് സ്റ്റഡി ടൈപ്പ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ആ ഒരു പാരഗ്രാഫിൽ തന്നെ നമുക്ക് വേണ്ട ഉത്തരങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ ഗൈസ്.